Hello, hope everyone is ready for the meditation. Ready ആണോ? Ready ആണെങ്കിൽ chat boxൽ just ഒന്ന് ready എന്ന് mention ചെയ്തേ. Okay, thank you so much. Okay, so let's get ready. Comfortable ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. പതിയെ ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. Just slowly close your eyes. Close your eyes and relax. പതിയെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Breathe in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. ഓരോ ശ്വാസം എടുത്ത് വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി അനുഭവപ്പെടാം. കാൽപാദങ്ങൾ, കാലുകൾ, thighs, hips, your back, shoulders, stomach, hand, your face, ഇങ്ങനെ ബോഡി ഫുൾ ഒന്ന് സ്കാൻ ചെയ്യാം. ഓരോ ബോഡി പാർട്ടിൽ ശ്രദ്ധ കൊടുക്കുമ്പോഴും ആ ഭാഗം റിലാക്സ്ഡ് ആകുന്നുണ്ട്. വെരി ഗുഡ്. നൗ ഒന്നുകൂടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. നിങ്ങളോട് തന്നെ ജസ്റ്റ് ഒന്ന് പറയാം. I let go of all the tensions in my body.
I relax myself. Relax. 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 Very good. Body relaxed ആയിട്ടുണ്ട്. Now focus on your mind. മൈൻഡിലേക്ക് വരുന്ന ചിന്തകളെ കുറിച്ച് ഒന്ന് അവെയർ ആകാം. എന്തെല്ലാം ചിന്തകളാണ് എന്നിലേക്ക് വരുന്നത്? ജസ്റ്റ് അവെയർ ആവുമ്പോഴേക്കും ചിന്തകളെല്ലാം നിങ്ങളിൽ നിന്നും ഡിസപ്പിയർ ആകുന്നതായി ഫീൽ ചെയ്യാം. കുറച്ച് സമയം ചിന്തകളില്ലാത്ത ഒരു ലോകത്തേക്ക് പോകാം. Your body is relaxing. Your mind also needs to relax. Just let it wander. നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബൈ എന്ന് പറയുമ്പോൾ അത് വാനിഷ് ആകുന്നതായി ഇമാജിൻ ചെയ്യാം. Very good. Now you are more relaxed. Your body and your mind is relaxed. Just visualize a blank white board. That is your mind. നിങ്ങളുടെ മൈൻഡിനെ ഒരു ബ്ലാങ്ക് വൈറ്റ് ബോർഡായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ആ ഒരു ബോർഡിൽ you can write a positive word. It can be thank you, it can be love you, it can be any positive word.
happiness, excitement, dream, passion, any positive word, and now just feel that word. ആ വേർഡ് ഫീൽ ചെയ്യാം. If that is excitement, just feel that excitement. If that is thank you, feel that thank you in your body and mind. If that is love, just feel that love. Very good. കുറച്ച് സമയം ആ ഒരു ഫീൽ ഗുഡ് സ്റ്റേറ്റിൽ ഇരിക്കാം. വെരി ഗുഡ്. ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു ലവ് സ്റ്റേറ്റ് ഫീൽ ചെയ്തുകൊണ്ട് യു ക്യാൻ സ്ലോലി കം ബാക്ക്. Just take a deep breath in. Hold on and breathe out. Once again, ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് തിരിച്ചു വരാം. You can open your eyes and come back. So, എല്ലാവരും തിരിച്ചെത്തിയോ? തിരിച്ചെത്തിയവര് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. Okay, thank you so much everyone. How was the meditation? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ മെഡിറ്റേഷന് ജസ്റ്റ് ഒരു ഗ്ലിംസ് ഷെയർ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, റിലാക്സിങ് യുവർ ബോഡി ആൻഡ് യുവർ മൈൻഡ്, അലൈനിങ് യുവർ ബോഡി ആൻഡ് മൈൻഡ്, അല്ലെ? അപ്പൊ പലപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി ഒക്കെ റിലാക്സ് ചെയ്ത് വരുമ്പോഴേക്കും മൈൻഡ് അവിടെ കിടന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെ? അപ്പൊ ഈ ഒരു അലൈൻമെന്റിന്റെ പ്രശ്നം നമുക്ക് പലപ്പോഴും ഫേസ് ചെയ്യും ഇൻ ദ ബിഗിനിങ് ഓഫ് ദ മെഡിറ്റേഷൻ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ബോഡി ഒക്കെ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആയി ഇരുന്നു. അപ്പൊ നമുക്ക് മൈൻഡിനെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തോട്ട്സ് ഇങ്ങനെ വൺ ബൈ വൺ വന്നുകൊണ്ടേയിരിക്കായിരിക്കും. അപ്പൊ ഇതിനെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് വിഷ്വലൈസ്, ഒരു വൈറ്റ് ബോർഡ് പോലെ നിങ്ങളുടെ മൈൻഡിനെ വിഷ്വലൈസ് ചെയ്തിട്ട് അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു വൈറ്റ് ബോർഡിൽ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്. ഞാൻ താങ്ക് യു എന്ന് ഞാൻ ആ വൈറ്റ് ബോർഡിൽ എഴുതാണ്.
അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തോട്ട്സിനെ ഞാൻ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് താങ്ക് യു പറയാനുള്ള ഒരുപാട് സർക്കംസ്റ്റൻസസ് എന്റെ മൈൻഡ് എനിക്ക് ഇങ്ങനെ ഇട്ടുതരും. അപ്പൊ വാട്ട് ഹാപ്പൻസ്, എന്റെ മൈൻഡും ബോഡിയും എല്ലാത്തിലും ആ താങ്ക് യു എന്ന് പറഞ്ഞ വേർഡിൽ അലൈൻഡ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു അല്ലെ. ആ വരുന്ന തോട്ട്സിനെ നമ്മൾ സ്റ്റോപ്പ്, നോ തോട്ട്സ് എന്നൊന്നും പറയുന്നില്ല, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അതിനെ ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ദിസ് വേ യു ക്യാൻ ഡു ദ മെഡിറ്റേഷൻ. അപ്പൊ മെഡിറ്റേഷൻ ആക്ച്വലി നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ അക്വയർ ചെയ്യേണ്ട ഒരു സ്കില്ലാണ് അല്ലെ. ഇപ്പൊ ഫസ്റ്റിലൊന്നും നമ്മൾ ബോഡി റിലാക്സ് ചെയ്തു, ചിലപ്പോൾ നമ്മളെ മൈൻഡിനെ പിടിച്ചാൽ കിട്ടണം എന്നില്ല. ബട്ട് സ്ലോലി നമ്മൾ അത് ഡെയിലി ഒരു ഹാബിറ്റ് ആയിട്ടൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എന്താ പറയാ, നമ്മളെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു സ്കില്ലായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും കോഡ്സ് ആയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്, കൺട്രോൾ യുവർ മൈൻഡ്, കൺട്രോൾ യുവർ ലൈഫ് അല്ലെ. അപ്പൊ മൈൻഡ് നമ്മുടെ കയ്യിൽ, നമ്മൾ വിചാരിച്ചെടുത്ത് മൈൻഡ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെയും പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏത് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസിനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം ദാറ്റ് വാസ് ജസ്റ്റ് എ ഗ്ലിംസ്. എല്ലാവരും സെഷന് റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഡി എന്ന് മെൻഷൻ ചെയ്യാം. വിൽ ഗെറ്റ് ഇൻ ടു ദ സെഷൻ. ഓക്കെ. ചാറ്റ് ബോക്സിൽ ആരെയും കാണുന്നില്ലല്ലോ. വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. So let's get into the session. Over to you, Farisha ma'am. Hello. Hi everyone. Sinshi audible alle? Nice. Audible. Hello. Okay. Thank you so much. അപ്പം എല്ലാവർക്കും സുഖല്ലേ? ആരും ഇല്ലല്ലേ വീഡിയോ മോഡില്? ഓക്കെ ഫൈൻ. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫൊഗിവ്നെസിന്റെ സെഷനാ എടുത്തല്ലേ. ഫൊഗിവ്നെസിന്റെ സെഷൻ എടുത്തിട്ട് ഹൗസ് യുവർ എക്സ്പീരിയൻസ്, എന്താണ് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായി, പ്രസീദ് സർ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ആള് ക്ലിയർ ആയിട്ട് പിന്നെ ഫൊഗിവ്നെസിനെ കുറിച്ച് തന്നു. അപ്പൊ എന്താണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, അതാ നിങ്ങളെ ലൈഫിൽ ഒരു അവയർനെസ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചോ ആ സെഷനിലൂടെ എന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യോ. ഹലോ, ഓഡിബിൾ അല്ലേ റിൻഷി? ഹലോ. ഓക്കെ. അല്ല, എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോന്ന് ചെറുങ്ങനെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യോ, എങ്ങനെ നിങ്ങൾക്ക് ഒരു അവയർനെസ് ഷിഫ്റ്റ് ഉണ്ടാക്കിനോ എന്നുള്ളത് ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. ചാറ്റ് ബോക്സിൽ ആരും കാണുന്നില്ലല്ലോ. ഹലോ. ഓക്കെ ഫൈൻ, താങ്ക് യു സോ മച്ച് മറിയം. സോ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമുക്ക് ചേഞ്ച് ആവാനുള്ള ഒരു ഇതില്ല. അതായത് നമുക്ക് ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുമോന്ന് പല കാര്യത്തിലും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഫൊഗിവ്നെസിന്റെ വിഷയം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, റിസെന്റ്മെന്റ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അങ്ങനെയുള്ള റിസെന്റ്മെന്റ്സ്, താങ്ക് യു സോ മച്ച് ശംഷിത. റിസെന്റ്മെന്റ്സ് നമ്മള് വിഷം കുടിച്ചോണ്ട് നമ്മൾ ചിന്തിക്കാണ് നമ്മളെ എനിമി ഇല്ലാണ്ടാവൂന്ന് ചിന്തിക്കാന്ന്, വെറും പൊട്ടത്തരാണ് അത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത് എത്രമാത്രം നമ്മളെ ലൈഫില് ഏതെല്ലാം രീതിയിൽ സ്റ്റക്നെസ് ഉണ്ടാകുന്നത് നമ്മൾ ഡീപ്പർ അതിലേക്ക് ഡൈവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ടോപ്പിക് എടുക്കുന്ന സമയത്ത് നമ്മള് ചെറിയൊരു കാര്യം എടുത്തിട്ട് അതിനെ ഡ്രിൽ ചെയ്ത് നോക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാനുണ്ടാവും. ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഹ്യൂമൻ ബീങ്സ് ഈസ് ഡിസൈൻ ഫോർ ഈസിനെസ്. അതായത് ആ ഒരു ഈസിനെസ്സിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തന്നെ ഉള്ളത്. നമ്മളെ ഔട്ടർ വേൾഡിൽ പല കാര്യങ്ങളും നടക്കുന്നത് തന്നെ നമ്മളെ ഇന്നർ വേൾഡിന്റെ ഒരു പ്രൊജക്ഷൻ ആണ്. ഓക്കെ, നമ്മളെ പുറം ലോകത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ ഇന്ന്. നമ്മളെ ലൈഫ് ആയാലും നമ്മളെ കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആയാലും പല കാര്യങ്ങളും നമ്മളെ ഉള്ളില് ഹോൾഡ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുടെയും റിഫ്ലക്ഷൻ ആണ് നമ്മളെ ഔട്ടർ വേൾഡ്.
ഓക്കെ. അപ്പൊ നമ്മൾ അകലോകം ശുദ്ധീകരിക്കാനുള്ള ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മളെ സ്പിരിച്വൽ കോഷ്യന്റ് കൂട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോ വീടെല്ലാം ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെന്ന മനുഷ്യന്റെ അകലോകം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോ നമ്മള് ഇവൻ നമ്മള് ഡെയിലി മുഷ്ണീനെ നമ്മൾ കുളിക്കുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മളെ ബോഡി തന്നെ പല കാര്യങ്ങളും ഇല്ലേ, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്ത് അത് വേണ്ട അതായത് ശരീരത്തിന് വേണ്ട ഭാഗങ്ങളിലേക്കെല്ലാം എത്തിച്ചിട്ട് ബാക്കി നമ്മളെ ബോഡി തന്നെ നാച്ചുറലി അത് ഡിസ്പോസ് ചെയ്യുന്നില്ലേ. അതേപോലെ തന്നെ നമ്മളെ അകലോകം നമ്മൾ ശുദ്ധീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലും മാത്രമാണ് നമ്മൾ അകലോകം ക്ലിയറായി നമ്മൾ അകലോകം ഭയങ്കര വിശാലമാക്കിക്കൊണ്ടിരുന്നാലാണ് പല കാര്യങ്ങളിലും നമുക്കൊരു വിശാലത, ഒരു ഈസിനെസ് ഫീൽ ചെയ്യാം. ഹ്യൂമൻ ബീങ് അങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ്. ഓക്കെ, ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. അപ്പൊ ഏതായാലും നമ്മൾ ന്യൂ ഇയർ എല്ലാം ആവാൻ പോവാന്ന് 2025. നമ്മള് ദുബൈയിലൂടെ പല പ്രോഗ്രാംസ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. നാദിറിന്റെ വീഡിയോ ഞാൻ മുന്നേ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതാണ്. ആള് ഭയങ്കര ഹൈ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്. അപ്പൊ ആളായിരിക്കും നമ്മളെ ക്രിയേറ്റീവ് ഡയറക്ടർ. ഹി വിൽ ബി ദ പാർട്ട് ഓഫ് ദുവ. ഹി ജോയിൻഡ് അവർ ദുവ ഒഫീഷ്യൽ ബോർഡ്. അപ്പം ആളുടെ സേവനം ഇനി ദുബായിൽ ഉണ്ടാവും. ഞാൻ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ഗോഡ്. കാരണം ആളുടെ ഒരു കഴിവ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് വീഡിയോസ് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം. ബട്ട് ഇതുവരെ അതിന് സമ്മതം മൂളിയിട്ടില്ല. ബട്ട് എന്തോ നമ്മളെ ദുബൈയില് ആൾക്ക് ഒരു താല്പര്യമുണ്ട് കാര്യങ്ങൾ ചെയ്യാനും ഇതെല്ലാം. അപ്പൊ നിങ്ങളെ എല്ലാരെയും സപ്പോർട്ട് ഉണ്ടാവണം. അതേപോലെ നിങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സ്ട്രക്ചേർഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കഴിഞ്ഞ ആഴ്ച ടോപ്പിക് ഫോർഗിവ്നെസ് ആയിരുന്നു അല്ലെ. ഫോർഗിവ്നെസിന്റെ ഒരു അവയർനെസ് ഷിഫ്റ്റ് ഉണ്ടാവുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും നമ്മളിൽ ഒരു അവയർനെസ് ഷിഫ്റ്റ്, ഒരു അറിവ് കിട്ടുമ്പോൾ തന്നെ അതിങ്ങനെ ഹീലായി പോകും. അറിവ് എന്ന് പറയുന്നത് ഒരു വെളിച്ചാണ് അല്ലെ. ആ വെളിച്ചം ഓക്കെ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ട, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോട്ടിൽ ഒരു അവയർനെസ് ഷിഫ്റ്റ് ഉണ്ടായി തന്നെ പല കാര്യങ്ങളും നാച്ചുറലി അത് ഇറ്റ്സ് ഡൺ. പിന്നെ ചില കാര്യങ്ങൾക്ക് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അത് നമ്മളെ ലൈഫിനൊന്ന് ഡയഗ്നോസ് ചെയ്താൽ മതി. പല കാര്യങ്ങൾക്കും നമ്മളെ എഫേർട്ട് എടുക്കേണ്ടി വരൂലേ. ഇപ്പോ ഞാൻ എപ്പോഴും വീടും നമ്മളെ ശരീരമുള്ള എക്സാമ്പിൾ പറയുന്നത് ആസ് എ വിമൻ നമ്മൾ കൂടുതലും വീടുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ആ ഒരു എക്സാമ്പിൾ നിങ്ങളൊരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് പറയുന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, എൻറ്റയർ എർത്ത് ഈസ് ചേഞ്ചിങ്. ഈ ഭൂമിയെ ഇങ്ങനെ റിവോൾവ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻറ്റയർ യൂണിവേഴ്സ് ഈസ് ചേഞ്ചിങ് ഈ സെക്കൻഡ് അല്ലെ. ഈ ഒരു യൂണിവേഴ്സ് തന്നെ ഈ സെക്കൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യനായ നമ്മൾ ട്രാൻസ്ഫോർമേഷന്, നമ്മളെ സ്വയപരിവർത്തനത്തിന് തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമ്മൾ എല്ലാ കാര്യങ്ങളും പാരന്റിങ് ആണെങ്കിലും നമ്മളിപ്പോ മെഷീനറീസും നമ്മളെ ഫോണും ഓരോ സീരീസ് വരുമ്പോ പഴയത് ഔട്ട്ഡേറ്റ് ആകുന്നില്ലേ. അതേപോലെ തന്നെ നമ്മളെ സ്വയം പാരന്റിങ്ങിലായാലും നമ്മളെ ഒരു പേഴ്സണൽ ഗ്രോത്തിലായാലും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ്. 1 സെക്കൻഡ്, സോറി. ഹലോ, ഹലോ, ഓഡിബിൾ അല്ലല്ലോ, കേൾക്കുന്നില്ല. നോ, കേൾക്കുന്നില്ല.
നോ, കേൾക്കുന്നില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്ത് ജോയിൻ ചെയ്ത് നോക്കോ, റെഡി ആവും. ഇപ്പൊ ഓക്കെ ആണോ? ഹലോ. യെസ്, കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വയം പരിവർത്തനവും നമ്മളെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നമ്മൾ തന്നെ എടുത്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഈച്ച് എർത്ത് ഈസ് ചേഞ്ചിങ് എവറി സെക്കൻഡ്. ഈച്ച് യൂണിവേഴ്സ് ഈസ് ചേഞ്ചിങ് എവറി സെക്കൻഡ്. അപ്പൊ നമ്മൾ എന്ന ഹ്യൂമൻ ബീങ്ങും നമ്മളും പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. റിൻഷി, ഒന്ന് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യണമായിരുന്നു. ഹലോ ഹലോ. ഓക്കെ, 1 second. റിൻഷി, ഹലോ. ഹലോ. വാട്സപ്പിലേക്ക് പോയിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ലേ ഇത്? യെസ്. ജസ്റ്റ് എ മൊമെന്റ്. Really sorry for the inconvenience. Just a moment. Sorry. Really sorry. റിൻഷി, ഇത് വാട്സപ്പിലോട്ട് പോവാൻ പറ്റുന്നില്ലല്ലോ. Is there any option? മാം എനിക്ക് സെൻഡ് Hello. ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഐ വിൽ സ്ക്രീൻ ഷെയർ. Okay, fine. It's better. Rinchi, is it okay? യെസ്, ഓക്കെ, ഐ ഡു ഇറ്റ്. Thank you so much.
റൻഷി സെറ്റ് അല്ലേ? യെസ്. ഓക്കെ. Really sorry for the inconvenience, guys. Really sorry. Maybe sometimes it happens like this അല്ലേ? ചില സമയത്ത് നമ്മള് പ്രതീക്ഷിക്കാത്ത ചെറിയ ചെറിയ സ്റ്റെക്നെസ്. ഓൾ അബൌട്ട് ക്രിയേറ്റേഴ്സ് പ്ലാൻ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പ്ലാൻ ചെയ്താലും ചില സമയത്ത് ഇറ്റ് വിൽ ടേക്ക് ജേർണലിംഗ് ടാസ്ക് കൊടുക്കുക. ഓക്കെ ഫൈൻ. ഓക്കെ, ഹലോ. ഓക്കെ ഫൈൻ. ഹലോ. ഓക്കെ, സോ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോ നിങ്ങളെല്ലാം ഇപ്പം നമ്മളെ സെഷനിൽ വന്നിട്ടും എല്ലാതെയും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിനെ കുറിച്ചിട്ടെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ ഉണർത്താൻ ഉദ്ദേശിച്ച ഒരു തോട്ട്, ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എത്ര സെക്കൻഡ്സ് നമ്മളെ ക്രിയേറ്റർ തന്നിന്, അതില് എത്ര സെക്കൻഡ്സ് നിങ്ങളൊന്ന് സ്വയത്തിൽ ഒരു പുനർവിചിന്തനം നടത്തുക. എത്ര സെക്കൻഡ്സ് നിങ്ങൾ നന്ദിയുള്ളവരായിട്ടുണ്ട് എന്നുള്ളത്. ഈവൻ മോർണിംഗ് നിങ്ങൾ എഴുന്നേറ്റ മുതൽ ഈ ഒരു സമയം വരെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ലൈഫിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങള് ജസ്റ്റ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെ ക്രിയേറ്റർ തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും. അതിന് നിങ്ങളൊന്ന് ജേണൽ ചെയ്യും. ഓക്കെ, ഇന്നത്തെ ഒരു ദിവസം എത്രമാത്രം എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സെഷനിൽ ഞങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പല രീതിയിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ജേർണൽ ചെയ്തോ? നിങ്ങൾ ജസ്റ്റ് എഴുതിയോ? എഴുതിയെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും. ഇന്നത്തെ ദിവസം ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയ മൊമെന്റ്സ്, ഒരുപാട് സംഭവങ്ങൾ ഇന്ന് കടന്നു പോയിട്ടുണ്ടാവും അല്ലെ? എത്ര മിനിറ്റുകൾ, എത്ര സെക്കൻഡ്സുകൾ നമ്മള് അവേഴ്സിനെ കട്ട് ഡൗൺ ചെയ്ത് മിനിറ്റുകളെ പിന്നെയും സെക്കൻഡുകളാക്കി കഴിഞ്ഞാൽ എത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് മനസ്സറിഞ്ഞൊന്ന് നന്ദി പറയാ, എഴുതുക. എഴുതിയോ? എഴുതിയെങ്കിൽ ജസ്റ്റ് ഡൺ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഹ്യൂമൻ ബീങ്സ് ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്തതേ അങ്ങനെയാണ്. നമ്മള് ഈസി ആയിട്ട് നമ്മള് എല്ലാ കാര്യങ്ങളും ഈസിനെസ്സിലൂടെ നമ്മളെ ഡിസൈൻ ചെയ്തത് തന്നെ. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഔട്ടർ വേൾഡ് ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് അവർ ഇന്നർ വേൾഡ് എന്നുള്ളത് അല്ലെ? നമ്മളെ അകൽ ലോകത്തിന്റെ ഒരു പ്രൊജക്ഷൻ ആണ് നമ്മളെ ഔട്ടർ വേൾഡ്. അപ്പൊ അകൽ ലോകം ശുദ്ധീകരിക്കാനുള്ള കുറച്ച് മാർഗങ്ങളിൽ ഒന്നാണ് ഫോർഗിവ്നെസ്, 2 ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ 1 അൺകണ്ടീഷണൽ ലവ്. ഞാൻ മുന്നേ നിങ്ങളോട് ഇത് നമ്മളെ സെഷൻ സ്റ്റാർട്ട് ചെയ്ത മുതലേ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നമുക്ക് ഓക്കെ, നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ടാവും. എല്ലാവരോടും നന്ദിയുള്ളവരായിട്ടുള്ള നമ്മൾ ജീവിക്കുന്നുണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഓക്കെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ടാവും. ബട്ട് ഒന്നും കൂടി നമുക്ക് ഡീപ്പർ ആയിട്ട് അതിലേക്ക് ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യാം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ. ഇപ്പൊ റിൻഷി നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ? പിന്നെ എന്തൊക്കെയാ, നമ്മളിപ്പോ പാരന്റിങ് വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. മക്കളെയും കൂട്ടി ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിന് പോവാ. ആ പോകുന്ന സമയത്ത് ക്രിയേറ്റർ തന്ന അതായത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടുള്ള നടത്തം. ആ നടത്തത്തിൽ വേറൊരു നെഗറ്റീവ്സ് വരാണ്ട് ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ കാര്യമാണ്. പിന്നെ ചില സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ടോക്ക് ആയിട്ട് നമുക്ക് ചെയ്യാം. ടോക്ക് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓക്കെ, നമ്മളെ കൂടെ ഉള്ള നമ്മളെ ഹസ്ബൻഡ് ആവാം. ഹസ്ബൻഡിനോട് പറയാം, നിങ്ങൾ ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്തതുകൊണ്ടല്ല എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയ, നിങ്ങൾ ഇങ്ങനെ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടല്ലേ നിങ്ങളെ എനിക്ക് ഇത്രയും ഈ അടിപൊളിയായിട്ട് എനിക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ? ആക്ച്വലി നമ്മൾ സൂര്യൻ എല്ലാവരും അനുഭവിക്കുന്നുണ്ടല്ലേ? സൂര്യന്റെ വെളിച്ചം എല്ലാവരും അനുഭവിക്കുന്നില്ലേ? സൂര്യൻ എത്രമാത്രം കത്തിച്ചൊലിച്ചിട്ടാണ് സൂര്യന്റെ വെളിച്ചം നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതേപോലെ സൂര്യന്റെ വെളിച്ചത്തിലാണ് ചന്ദ്രൻ ഇത്രയും ഭംഗി എന്നുള്ളത് കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സൂര്യൻ ശരിക്കും ചന്ദ്രൻ എവിടുന്ന വെളിച്ചം കിട്ടുന്നത്? ചന്ദ്രൻ സൂര്യന്റെ വെളിച്ചത്തിലാണ് ചന്ദ്രൻ ഉള്ളത്. അപ്പൊ ഷംസ് ഇല്ലെങ്കിൽ ഖമറില്ല. ഷംസാകുന്ന ഷംസ് അത്രമാത്രം കത്തിച്ചൊലിച്ചത് കൊണ്ടാണ് ഖമറിന് ഇത്രയും ഭംഗി. അപ്പൊ ആ രീതിയിലായി നിങ്ങളൊന്ന് നമ്മളെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആള് ഇപ്പൊ നമ്മളിപ്പോ വീട്ടിലിരുന്നിട്ടാണ് കാര്യങ്ങളെല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ട് ഫൈനാൻഷ്യൽ സംഭവങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ? അത് ഷംസാവുന്ന ഷംസാകുന്ന സൂര്യൻ അത്രമാത്രം കത്തിജ്വലിച്ചിട്ട് അത്രമാത്രം അവര് സ്ട്രഗിൾ ചെയ്തിട്ടു അത്രമാത്രം അവര് എഫേർട്ട് ഇട്ടുകൊണ്ട് ആണ് നമുക്ക് ഇത്രയും ഭംഗിയിൽ ജീവിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് മനസ്സിലാവാ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത ആൾക്കാർ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന രീതിയിൽ നമുക്ക് കാണുമ്പോഴാണ് നമ്മൾ എത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആവണം എന്ന് നമുക്ക് മനസ്സിലാവാം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്തൊരു കുട്ടി കൗൺസിലിങ്ങിന് വന്ന വിഷയം ഞാൻ പറഞ്ഞു. 30 years ഓൾഡായി ആൾക്ക്. ഞാൻ ആളുടെ സ്റ്റോറി ശരിക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ ആൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മാരീഡ് അല്ല, നല്ലൊരു ഭംഗിയുള്ള മോള്. ആള് മാരീഡ് അല്ല. ആളോട് ഒരു 2 hours ഞാൻ സംസാരിച്ചിട്ട് ആ 2 hours ആളോട് എനിക്ക് ജീവിക്കണം എന്ന് പറയേണ്ട ഒരു സ്റ്റേറ്റിലേക്ക് ആ സംസാരത്തിൽ എത്തിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ബിക്കോസ് ആൾ എന്നോട് കണ്ടിന്യൂസ്ലി പറയുന്ന എന്താണ്, എനിക്ക് ജീവിക്കണ്ട ഇത്താത്ത, എനിക്ക് ജീവിക്കണ്ട. എന്നെ ഇത്താത്ത വിളിച്ചിട്ട് പറയുന്നത്, എനിക്ക് ജീവിക്കണ്ട ഇത്താത്ത, എന്തിനാ ജീവിക്കുന്നത്? അപ്പൊ ആൾക്ക് ചെറിയൊരു ഇമ്മച്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് പേടിച്ചിട്ട് ബ്രദേഴ്സ് കല്യാണം കഴിപ്പിച്ചിട്ടില്ല. ബട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആൾക്ക് അത്രമാത്രം കല്യാണത്തിലേക്ക് പോയി കഴിഞ്ഞാല് അത് ഷാറ്റേർഡ് ആവുന്ന രീതിയിലുള്ള മെച്യൂരിറ്റി ഒന്നും ആക്കിയില്ല. അപ്പൊ ആള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ചോദിച്ചു അപ്പൊ ഇനി നിനക്ക് കല്യാണം വേണ്ടേ താത്ത, എന്തിനാ എനിക്ക് കല്യാണം? എനിക്ക് കല്യാണത്തിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ കല്യാണം എന്റെ ജീവിതമല്ല, എന്റെ ഹിയർ ആഫ്റ്റർ ആണ്, എന്റെ എന്താ പറയാ ആ രീതിയിലാണ് ആള് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 2 hours ആളോട് സംസാരിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കി എന്താണ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സ്ട്രെങ്ത്, ഹസ്ബൻഡിന്റെ സ്ട്രെങ്ത് ആവാം, ഫാദറിന്റെ സ്ട്രെങ്ത് അനുഭവിച്ചവരാകാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അവര് അത്രമാത്രം കത്തിച്ചൊലിക്കുന്നുണ്ട്. അവരനുഭവിക്കുന്ന ചൂട് നമുക്കറിയില്ല. ബട്ട് അവരിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു വെളിച്ചത്തിന്റെ ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ പലപ്പോഴും ചില സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ എന്റെ സെൽഫില് ഞാനിങ്ങനെ എന്താ പറയാ, ഞാൻ പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ സെഷൻ എടുക്കുമ്പോൾ ഐ എം നോട്ട് എ മിസ്റ്റർ പെർഫെക്റ്റ് വൈഫ്, ഐ എം നോട്ട് എ മിസ്റ്റർ പെർഫെക്റ്റ് mother and also daughter, but I'm trying to each and every moment, every second, I'm trying to become better and better. Each and every day I try to become 1% better. അപ്പൊ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ് ടോക്ക്. ഇപ്പൊ ഹസ്ബൻഡ്, ഇപ്പൊ നമ്മള് എല്ലാരും കല്യാണം കഴിഞ്ഞിപ്പോ നമ്മള് ചിന്തിച്ചു നോക്കാം നമ്മളെ ഹസ്ബൻഡിനോട് എന്തിനല്ല ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ശരിക്കും ഇവരെ വെളിച്ചത്തിന്റെ ആ ഒരു ഇത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് ഈസിലി എല്ലാ കാര്യങ്ങളും ആള് ചെയ്തിരുന്നുണ്ട്. ബട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരൊരിക്കലും പറയുന്നില്ല. അത് ഒരു എന്താ പറയാ ലൈക്ക് മെയിൽ നേച്ചർ ആണ്. മെന്നിന്റെ ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് കൂടുതലും അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയാം ആ കുട്ടീന്റെ കാര്യം. ആ കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ല, കല്യാണം കഴിഞ്ഞില്ല, 30 years ഓൾഡായി. അപ്പൊ ആളെ ഈ ഒരു ഇമ്മച്യൂരിറ്റി കാരണം ആൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരികയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഫ്രസ്ട്രേഷൻ വന്നിട്ട് ആള് സംസാരിക്കുന്ന വളരെ വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങൾ ആളെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സമയത്ത് ബ്രദേഴ്സ് തല്ലിയിട്ട് കൈകളൊന്നും അത്രമാത്രം ഇഞ്ചേർഡ് ആക്കിയിട്ടാണ് ആള് ഉള്ളത്. അപ്പൊ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടെന്ന്, ആള് തല അടിച്ച് പൊട്ടിച്ചിട്ട് ബ്ലഡ് വന്നിട്ട് മുടി കംപ്ലീറ്റ് പറ്റിയിട്ട് ആൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ വന്ന സമയത്ത് ആളെന്നെ കംപ്ലീറ്റ് മുടി മുറിച്ചങ്ങ് കളഞ്ഞ്. എന്നിട്ട് എന്നോട് എന്താ പറയുന്ന അറിയാം, എനിക്ക് എന്റെ യൂട്രസ് എടുത്ത് കളയണം.
എനിക്ക് എന്റെ ഗർഭപാത്രം വേണ്ട. ഞാൻ ചോദിച്ചു അതെന്താ നീ അങ്ങനെ പറയുന്നത്? എനിക്ക് വേണ്ട, എനിക്ക് ഗർഭപാത്രത്തിന്റെ ആവശ്യമില്ല, എനിക്ക് ഗർഭപാത്രം വേണ്ട. ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു എന്താ എന്താ നീ എന്താ അങ്ങനെ പറയാൻ കാരണം? ഇല്ല എനിക്ക് എന്തിനാ ഗർഭപാത്രം? അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് അപ്പൊ കല്യാണം കഴിയണമെന്ന് ആഗ്രഹമില്ല? ഇളേ ഇക്കാക്ക എന്നെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ കുറച്ച് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഇനി എനിക്ക് ആവശ്യമില്ല താത്താ, ഇനി എനിക്ക് കല്യാണം ഒന്നും കഴിയണ്ട. അപ്പൊ ഞാൻ മനസ്സിലാക്കി ആൾക്കെന്ന് വെച്ചാ ഒരു ഉപ്പാന്റെ സപ്പോർട്ടില്ല, ഓക്കെ, ഒരു ബ്രദറിന്റെ സപ്പോർട്ടില്ല, ഒരു ഹസ്ബൻഡിന്റെ സപ്പോർട്ടില്ല. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ള കാര്യം ആസ് എ വിമൻ നമുക്ക് എല്ലാവർക്കും അനുഭവിച്ച ആൾക്കാരായിരിക്കും അല്ലെ. ഇമോഷണൽ നീഡ് ഉണ്ട്, നമ്മളെ ഫിസിക്കൽ നീഡ് ഉണ്ട് അല്ലെ, നമ്മളെ മെന്റൽ നീഡ് ഉണ്ട്, നമ്മുടെ ഫൈനാൻഷ്യൽ നീഡ് ഉണ്ട്. പലപ്പോഴും എത്രമാത്രം നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില സമയത്ത് നമുക്ക് ായ പോലത്തെ അവസ്ഥയാണ്. അപ്പൊ അവരോട് എത്രമാത്രം കത്തി ചൊലിക്കുന്നോണ്ടാണ് ഖമറായ നമ്മൾ ഇത്രയും ഭംഗിയിൽ ജീവിക്കുന്നത്. അത് ഏത് രീതിയിലായാലും ഇപ്പൊ നമ്മള് എന്താ പറയാ സൊസൈറ്റിയിൽ നോക്കിയാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോ പിന്നെ ലൈക്ക് കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയ ആൾക്കാരെ സമൂഹം കാണുന്ന ഒരു രീതി, അതൊന്നും പാടില്ല എന്ന് നമ്മൾ പറഞ്ഞാലും പലപ്പോഴും ഒരു സിമ്പത്തിയോടുകൂടിയാണ് ആൾക്കാർ അവരെ നോക്കാന്നുള്ളത്. അപ്പം അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഇവർക്ക് നമ്മളെ ലൈഫിലുള്ളത്. അപ്പം ഗിവ് എ ഗ്രാറ്റിറ്റ്യൂഡ് ടോക്ക് ടു ദം. ആർക്കാണോ നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയാം, ഓക്കെ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് റിഫ്ലക്ഷൻ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് നമ്മളിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ക്രിയേറ്ററിനോടുള്ള ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഇങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ ഹസ്ബൻഡിനായാലും നിങ്ങൾക്ക് ആർക്കാണോ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനില്ല അവർക്ക് ഒരു ലെറ്റർ അങ്ങ് എഴുതാം, ഓക്കെ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് റിച്വൽസ് എന്തെല്ലാം ഉണ്ട്, എ കൈൻഡ് ഓഫ് ആക്ട്, എന്തെങ്കിലും ചെറിയൊരു കാര്യം അവര് നമുക്ക് ചെയ്ത ഒരു നല്ല കാര്യത്തിന് അവർക്ക് തിരിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാം, ആ രീതിയിൽ. പിന്നെ നമ്മളെ റിലീജിയസ് പെർസ്പെക്റ്റീവിലും അതിലും റിച്വൽസിലെല്ലാം നമുക്ക് ആഡ് ചെയ്യാം, ഓക്കെ. അപ്പൊ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്സ് നമുക്ക് വായിക്കാം, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ ചെയ്യാം, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രെയർ ചെയ്യാം, പിന്നെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാം. അതും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇടത്തേക്ക് ഇടുന്ന പരിപാടി മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലെ. ആ ബാക്കിയുള്ള പരിപാടികളെല്ലാം ആരാ ചെയ്യുന്നത്? നമ്മളാണോ ചെയ്യുന്നത്? നമ്മളെ ബോഡിയിൽ നിന്ന് ഇവിടുന്ന് ഇവിടത്തേക്ക് മാത്രം നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇടുന്നു, ബാക്കി ഇങ്ങോട്ടേക്കുള്ള ബാക്കിയുള്ള മെക്കാനിക്കൽ ആ ഒരു സംഭവങ്ങൾ കംപ്ലീറ്റ് ആരാ ചെയ്യുന്നത്? നമ്മളെ ബോഡി ആരാ? നമ്മൾ എന്തായാലും മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആത്മാവിനൊരു ക്രിയേറ്റർ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് ഈസിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ വേസ്റ്റ് ആക്കിയിട്ടും നമുക്ക് നമ്മളെ ബോഡിയിൽ വേണ്ട പ്രോട്ടീൻ ആക്കിയിട്ടും എല്ലാം മാറ്റുന്ന, വൈറ്റമിൻസ് ആക്കിയിട്ട് മാറ്റുന്നത് ആരാ? അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം അത് മാത്രല്ല, ആ സമയത്ത് വേറൊരു കാര്യം ആലോചിക്കുക, വായിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാല് ആ പരിപാടി നമ്മളത് കഴിഞ്ഞു. ബാക്കി അതിലേക്ക് എനർജി ആക്കിയിട്ട് മാറ്റുന്ന ഒരുപാട് പ്രോസസ്സുകൾ ഉള്ളിൽ നടക്കുന്നുണ്ടല്ലേ. അപ്പൊ അതിനെല്ലാം ഒന്ന് ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്, ഓക്കെ. ആ ഭക്ഷണത്തിനോട് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. രഞ്ജി ഒന്ന് അടുത്ത സ്ലൈഡ് ഷെയർ ചെയ്യുമോളെ. ഹലോ, ഓക്കെ. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ കോസ്മിക് വേൾഡ് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കോസ്മിക് വേൾഡിന് നമ്മൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണോ? ആകാശം, നക്ഷത്രം, ചന്ദ്രൻ, സൂര്യൻ, ഇതെല്ലാം എത്രമാത്രം റോള് നമ്മളെ ലൈഫിൽ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഒന്ന് നെക്സ്റ്റ് ഷെയർ ചെയ്യോ? ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ നേച്ചർ. ജീവിതത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് നമ്മൾ നേച്ചറിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകാന്നുള്ളത് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നേച്ചർ നമുക്ക് തരുന്ന ഒരു സന്തോഷം, ഒരു പച്ചപ്പായാലും ഒരു കടലായാലും ഒരു റിവർ ആയാലും നമ്മൾ പോയിട്ട് അവിടെ ഒന്ന് സറണ്ടേർഡ് ആയിട്ട് ഇരുന്ന് നോക്കിയേ, നമ്മൾ അങ്ങ് ലയിച്ച് അതിലങ്ങ് അലൈൻഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ് തിങ്. പിന്നെ നേച്ചറിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഡീപ്പ് ഡൈവിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ്. നമുക്കത് പറഞ്ഞതിനകത്ത് തീരൂല, ചിലപ്പോ ഒരു സെഷൻ തന്നെ എടുക്കേണ്ടി വരും. ഓരോ പാർട്ട് എടുത്താലും നമുക്കൊരു സെഷനിലുള്ള വകയുണ്ട് എന്നുള്ളത്. ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാണ്. പിന്നെ നെക്സ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ പ്രൊട്ടക്ഷൻ, ഓക്കെ. നെക്സ്റ്റ് റിൻഷി.
നിങ്ങൾ ഇത് ജസ്റ്റ് അത് മാറ്റുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളെ മൈൻഡിലൊന്ന് അവയർനെസ് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗൈഡൻസ്. നമുക്ക് കിട്ടുന്ന ഓരോ ഗൈഡൻസിന് ചില സമയത്ത് നമ്മൾ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു വാക്ക് നമുക്ക് കേക്ക് ലൈക്ക് ആ ഒരു വാക്കില് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ അതിൽ ബൂം ചെയ്ത് വരുന്ന പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു എന്തായാലും ഒരു ക്രിയേറ്റീവ് പ്ലാൻ എന്തായാലും ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ എന്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഡൈവിൻ ചെയ്യേണ്ടത് ആ ക്രിയേറ്ററിലേക്കാണ്, അല്ലെ? നമ്മൾ ആത്മാവിന്റെ രക്ഷകർത്താവിലേക്കാണ് നമ്മൾ അത് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് റിൻഷി. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ലിവർ. നെക്സ്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഫെയ്ത്ത് ആൻഡ് ബിലീവ്. നമ്മള് അത് കുറച്ച് ഞാൻ പറഞ്ഞില്ല, ഓരോ കാര്യങ്ങളും നമ്മൾ ഒരുപാട് പറയേണ്ട കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഫെയ്ത്തും ബിലീവും ഇല്ലെങ്കിൽ നമ്മളെന്ന മനുഷ്യന് എവിടെ നമ്മളെ പ്രതീക്ഷ ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. നമുക്കിപ്പോ ഫെയ്ത്തിലും നമ്മളെ ബിലീഫ് സിസ്റ്റം, ഏത് ബിലീഫ് സിസ്റ്റം ഹോൾഡ് ചെയ്യുന്ന ആളായാലും നമ്മളിപ്പോ ഭയങ്കര ഡൗൺ ആയി, നമ്മളാകെ ഇമോഷണലി ഡാമേജ് ആയി, ഒന്നുമല്ലാത്ത രീതിയിൽ നമ്മൾ ട്രോമയിൽ ഇരിക്കുമ്പോഴും നമുക്ക് ഇപ്പോ ഇഫ് യു ആർ ഹോൾഡിങ് ഹിന്ദുയിസം, യു ആർ ഗോയിങ് ടു ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഗോഡ് ആൻഡ് യു ആർ ജസ്റ്റ് പ്രേയിങ് പ്ലീസ് ഹെൽപ്പ് മീ. അവിടെ നമുക്ക് ഫെയ്ത്തും ഉണ്ട് ബിലീഫും ഉണ്ട്, അല്ലെ? ഇഫ് യു ആർ ഹോൾഡിങ് എ മുസ്ലിം, ഐ മീൻ ഇഫ് യു ആർ ഇൻ എ മുസ്ലിം കമ്മ്യൂണിറ്റി, നമുക്ക് തവക്കുൽ ചെയ്യാന്ന് പറയുന്നത് എത്ര ഒരു വലിയ ഭാഗ്യ. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും യു ജസ്റ്റ് ഗോ ആൻഡ് തവക്കുൽ. നിങ്ങൾ അങ്ങ് തവക്കുൽ ചെയ്യുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് തവക്കുൽ ചെയ്യാനുള്ള ഒരു സംഭവം നമ്മളെ ക്രിയേറ്റർ തന്നിട്ടില്ലേ? അപ്പൊ നമ്മൾ അതിന് എത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ആകെ ഒന്നും അല്ലാണ്ട് ഇങ്ങനെ നമ്മളെ ജീവിതം ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും, അല്ലെ? അപ്പൊ അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അങ്ങനെ ഇനി കാണിക്കുന്ന സ്ലൈഡ്സിൽ ഓരോന്നിനും നിങ്ങളെ മനസ്സിൽ ചിന്തിച്ചു നോക്കാം, ഞാൻ ഇതിനല്ലേ അവെയർ ആയിട്ട് എത്രമാത്രം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഗ്രാറ്റിറ്റ്യൂഡിന്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പുതുതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും നമ്മൾ എന്തിനിപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ എല്ലാവരോടും നന്ദിയുള്ള ആളാന്നെല്ലാം വിചാരിക്കും. ബട്ട് ഞാൻ പറഞ്ഞ നമ്മളെ ബോഡി എടുത്താൽ തന്നെ നമുക്ക് അത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള പ്രോസസ്സുകൾ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മളെ സ്കിന്ന്, നമ്മളെ ബോഡി കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സുകൾ. നമുക്കിപ്പോ ശ്വാസത്തിന്റെ ഓക്സിജന്റെ വില എപ്പോഴാണ് മനസ്സിലായത്? ഓക്സിജന്റെ വില കോവിഡ് സമയത്ത് എല്ലാവർക്കും മനസ്സിലായത്. അതുവരെ നമ്മൾ ഈസിലി വലിച്ച് ഇതാക്കുന്നുണ്ട്, ഒരു പ്രയാസവും ഇല്ല. അത്രമാത്രം ഈസി ആയിട്ട് ഭയങ്കര പ്ലെന്റി ആയിട്ട് അവൈലബിൾ ആയ സാധനമാണ്. ബട്ട് ആ കോവിഡ് സമയത്താണ് പലപ്പോഴും അതിന്റെ വാല്യൂ എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്, അല്ലെ? അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഫെയ്ത്ത് ആൻഡ് ബിലീഫ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ഫെയ്ത്ത്, ഈ ഒരു ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇത് നമുക്കില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ അതിന് ഗ്രാറ്റിറ്റ്യൂഡ്, അതിനൊരു അവസരം തന്നില്ല, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഓക്കെ, റിൻഷി നെക്സ്റ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ എയർ. നെക്സ്റ്റ് റിൻഷി, മാറ്റിക്കോനെ. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ടർ. Gratitude for blood. Gratitude for brain. Gratitude for touch. Gratitude for sight. Gratitude for wealth. Gratitude for health. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ. റിൻഷി ഒന്ന് നെക്സ്റ്റ് അതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോ നമ്മളെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ട കാര്യങ്ങളിൽ ഒരു കോർ എലമെന്റാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എടുത്ത സെഷൻസ് തന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് പറയുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞു, മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഈ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ ഹാർട്ടിനെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, നമ്മളെ ബ്രെയിനിന് അങ്ങനെയല്ല. നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് ഡൈവിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ കടലിന്റെ ആഴങ്ങളിൽ പോയി കഴിഞ്ഞാലല്ലേ മുത്തും പവിഴും കിട്ടുന്നത്, അല്ലെ? കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലാണ് മുത്തും പവിഴും നമുക്ക് കിട്ടുന്നല്ലേ. ഓരോ കാര്യങ്ങളും നമ്മൾ ഡീപ്പായിട്ട് ഡൈവിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അമൂല്യമായ
സംഭവങ്ങൾ കിട്ടാം. അപ്പൊ പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലോസ് ചെയ്തോളാം. ഓക്കെ, പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ട കാര്യത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ഘടകമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾസോ ഫോർഗിവ്നെസ് ആൻഡ് ഓൾസോ അൺകണ്ടീഷണൽ ലവ്. അപ്പോ എന്തെല്ലോ ഡിസ്ട്രാക്ഷൻസ് വന്നതിനാണ് റിയലി സോറി. എന്തായാലും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഈ മന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പാരന്റിങ് വർക്ക്ഷോപ്പിലുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളെ കുട്ടികളെ കുറിച്ചിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതാൻ തുടങ്ങുക എന്നുള്ളത്. അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്ന മനുഷ്യനെ സൃഷ്ടാവ് സൃഷ്ടിച്ചതിന് ആ ഒരു കോലത്തിലാണ്. അപ്പോ ഏർത്ത് പോലും ഈ സെക്കൻഡ് മാറുന്നു, യൂണിവേഴ്സ് പോലും ഈ സെക്കൻഡ് മാറുന്നു. നമ്മൾ എവിടെയോ നമ്മൾ സ്റ്റക്കായിട്ട് നമ്മൾ പിന്നെയും പഴയ തോട്ട്സിലും നമ്മളെ പഴയ അനുഭവങ്ങളിലും കുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ആടെ ഔട്ട്ഡേറ്റഡ് ആയി, നമ്മളെ ലൈഫിൽ ഔട്ട്ഡേറ്റഡ് ആയി. നമ്മൾ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ ഫൊർഗിവ്നെസിന്റെ വിഷയം പറയുന്ന സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വിചാരിക്കും, ഓക്കെ ഞാൻ ഇത് ഹോൾഡ് ചെയ്യുന്നത് എന്റെ ഓപ്പോസിറ്റ്, അതായത് എന്റെ എനിമിക്ക് തീർന്നെന്ന് വിചാരിക്കും. ബട്ട് നെവർ. ഞാൻ പറഞ്ഞില്ല, ഫൊർഗിവ്നെസ് ഈസ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾ രാത്രി പറഞ്ഞ പോലെ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങളെ ബോഡി ക്ലെൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മളെ സ്വയത്തിൽ നമ്മളെന്ന മനുഷ്യനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പരിവർത്തനത്തിന് പാകപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ തന്നെ പിക്ക് ചെയ്തിട്ട് എടുക്കാനുണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ഫൊർഗിവ്നെസിന്റെ കാര്യം. ഫൊർഗിവ്നെസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഈ ഒരു മന്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ നിങ്ങളാക്ക്. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയാൽ തീരൂല പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാലും തീരൂല. ബട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇതിപ്പോ ഈ ഡയറി കൊണ്ട് നടക്കേണ്ടി വരുമല്ലോ വിചാരിക്കും. ബട്ട് പലപ്പോഴും നമ്മൾ റീപ്രോഗ്രാമിങ്ങിന്റെ ഒരു വേയിലാകുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ജേർണൽ ചെയ്തിട്ട് തന്നെ നമ്മളെ സബ് കോൺഷ്യസിന് കൊടുത്തോണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളെ സബ് കോൺഷ്യസ് ആ ഒരു ഹാളിലേക്ക് കണക്ട് ചെയ്യും. നമ്മൾ ഒരു കർമ്മത്തിന്റെ അപ്പുറം, അതായത് ഇപ്പൊ അറബിക്കിലെ ഫീലിന്റെ അപ്പുറത്തേക്ക് ഹാളിലേക്ക് കണക്ട് ആണെങ്കിൽ ആദ്യം ഫീല് കറക്റ്റ് ചെയ്യണം. ഫീല് കറക്റ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കർമ്മത്തിലൂടെ, അതായത് എഴുതുക, ഡ്രാഫ്റ്റ് ചെയ്യുക. എവറിത്തിങ് ഈസ് ഡ്രാഫ്റ്റിംഗ് ഇൻ അവർ സെൽസ്. എല്ലാ കാര്യങ്ങളും ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം എഴുതിക്കൊണ്ടിരിക്കുക. എഴുതിയതിനു ശേഷം പിന്നെ നാച്ചുറലി നമ്മൾ ആ ഒരു ഹാലിലേക്ക് നമ്മൾ ആ ഒരു ഹാല് മീൻസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവും. പിന്നെ നമുക്ക് കാണുന്നത് പോലെ ഈവൻ ഒരു ലീഫ് കണ്ടാൽ പോലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി ഫീൽ ചെയ്യും. കാരണം ആ ലീഫ് ഈ ഒരു പ്രപഞ്ചത്തിൽ എടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അതിന്റെ ഒരു അത് എത്രമാത്രം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ അത്രമാത്രം നമ്മൾ അതിനോട് പോലും ഗ്രേറ്റ്ഫുൾ ആവും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ വിഷയം. അത് ഇപ്പൊ നമ്മളെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ലൈൻ ശക്കർത്തും ലസീദന്നക്കും, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്നുള്ളത്. ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. അത് ഏതൊരു വിഷയത്തിലും, നമ്മളെ ഹെൽത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബെറ്റർ, യു ക്യാൻ ആക്സസ് ബെറ്റർ ഹെൽത്ത്. If you are grateful in your wealth, you can access better wealth. If you are grateful in your relationshipൽ ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹാർമോണി ഡേ ബൈ ഡേ കൂടെ ചെയ്യുള്ളൂ. ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ, ഞാൻ മുന്നേ ഗ്രാറ്റിറ്റ്യൂഡ് പറയാത്ത കാലത്തൊക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാത്ത കാലത്തൊക്കെ I was just living normal life like everyone. But when I started journaling gratitude, എൻ്റെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയ ഒരു വലിയൊരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഞാൻ വിചാരിക്കും ഇതിപ്പോ ഫുൾ ടൈം എഴുതി കുത്തിരിക്കല പണി എന്നൊക്കെ ഞാനും കരുതിയ ഒരു സമയം ഉണ്ടായിരുന്നു. ബട്ട് when I started to practicing day by day and daily basis, it was like a miracle in my life. എൻ്റെ ലൈഫിൽ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോക്കുണ്ട്. ഞാൻ ഇങ്ങനെ നമ്മള് നിസ്കാരമൊക്കെ കഴിഞ്ഞിരുന്നിട്ട് ഞാൻ ഇതിനെല്ലാം ഡിസേർവിങ് ആണോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. അത്രമാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡിലുള്ള. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ലൈഫ് ടൈം നിങ്ങളെ ജീവിതത്തിലെ ഒരു ആൽക്കമി ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും അൺകണ്ടീഷണൽ ലവ് നിങ്ങൾ ഹോൾഡ് ചെയ്താൽ യു ക്യാൻ വിൻ. അത് ഷുവർ ആണ്. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് ഇങ്ങനെ വഴികൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മൾ ആൾക്കാരെ കണക്ട് ചെയ്യും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള സന്ദർഭങ്ങൾ നമുക്ക് വരും. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കൂല, ഓക്കെ മുന്നേ ഒക്കെ actually before years and years ago I was not doing anything, and actually I'm living my life as everyone. So ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുക ഈ പറഞ്ഞ കുറച്ച്
സ്റ്റാറ്റസ്, പദവി, സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാരെ പോലെ നമ്മൾ സക്സസ്, കുറച്ച് ക്ലാസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അപ്പം റെസ്പെക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ കരുതിയ ഒരു കാലം ഉണ്ടായിരുന്നു. ബട്ട് ഗ്രാജുവലി എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല സാധനം. അതായത് നമ്മൾ വിചാരിക്കുന്ന സ്റ്റാറ്റസ്, പദവി, സ്ഥാനമാനങ്ങൾ അതൊന്നും അല്ല മനസ്സിലായി. ഞാൻ ഇപ്പൊ ആ കുട്ടി, ലൈക്ക് നേരത്തെ ആ ഒരു കുട്ടീന്റെ വിഷയം പറഞ്ഞ പോലെ, ഷീ വാസ് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഷീസ് ഇൻ കംപ്ലീറ്റ്ലി ഇൻ ഡാർക്ക്, ഫുൾ ആള് ഇരുട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആള് ജീവിക്കണം എന്നുള്ള ഒരു വാക്ക് പോലും ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ 2 hours ഉള്ള സംസാരത്തില് മരിക്കണം എന്നതിന്റെ അപ്പുറത്തേക്കാണ് ആ സംസാരത്തിൽ, ആ ടോക്കിങ്ങിൽ എനിക്ക് ആൾക്ക് ഒരു പ്രാവശ്യം പോലും എനിക്ക് ആളെ കൊണ്ട് ഓക്കെ ഫൈൻ ഇനി എനിക്ക് ആരാ ഉണ്ടായിരുന്നില്ല. ബട്ട് എൻഡ് ഓഫ് ദ പ്രോസസ് ഞാനൊരു പ്രോസസ് ചെയ്തു ആസ് റിൻഷി ടു. നിങ്ങൾ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ ആൽഫ സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ പ്രോഗ്രാമിങ് ചെയ്യാണ് ചെയ്യുന്നത്, റീപ്രോഗ്രാമിങ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആൽഫ സ്റ്റേറ്റിലുള്ള സമയത്ത് നമ്മളെ മൈൻഡിന് ഒരുപാട് കാര്യങ്ങൾ കൺസീവ് ചെയ്യാൻ നമ്മളെ മൈൻഡ് പാകപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആൻഡ് ബൈ ദ ഗ്രേറ്റ് പിന്നീട് ഓക്കെ ഇനി എനിക്ക് ആരാ, അപ്പൊ ഞാൻ ഹാപ്പിനെസ് എങ്കിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഫ്രൈഡേ ടോക്ക് വന്നാൽ പോലും നമ്മൾ ഫ്രൈഡേ ടോക്ക് നടത്തും. ഓക്കെ, അപ്പൊ അതാണ് അത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് കാരണം ഒരാളെ ലൈഫിലെങ്കിലും ചെറിയൊരു സ്പാർക്ക് ഭയങ്കര ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ആക്കി, നിങ്ങളെ സക്സസ് ആക്കി, നിങ്ങളെ ഹെൽത്ത് വെൽത്ത് എല്ലാം അടിപൊളി ആക്കുമെന്നൊന്നും നമ്മൾ വാഗ്ദാനം ചെയ്യുന്നില്ല. ബട്ട് ഒരു വാക്കിലൂടെയെങ്കിലും ഒരു ചെറിയൊരു സ്പാർക്ക് ഇട്ടുതരാൻ പറ്റും, ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ മീ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളത്. അപ്പോ ഫൈനലി ആളെ ഞാൻ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പോ അറൌണ്ട് കഴിഞ്ഞ ഫ്രൈഡേ അല്ലേ ആൾ എൻ്റെ അടുത്ത് വന്നത്. ഇപ്പൊ 1 week ആയിട്ട് ആള് ഭയങ്കര ഹാപ്പി. ഇന്നിപ്പോ ആളുടെ ഫാമിലിയിൽ ഒരാൾ വിളിച്ചപ്പോ പറഞ്ഞ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുള്ളത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം ആള് വല്ലാതെ ചീത്ത വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതാണ് ബ്രദേഴ്സിനെല്ലാം ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആക്കിയിട്ട് ഈ തല അടിച്ചു പൊട്ടിച്ചതും പല രീതിയിൽ ആൾക്ക് ഈ ഒരു എന്താ പറയാ പീഡനം കൊടുക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ തന്നെ നമുക്ക് ആലോചിച്ചാൽ മതി, നമുക്ക് എല്ലാ നീഡ്സും നമുക്ക് ആവശ്യമാണല്ലോ. അപ്പൊ ആളെ സംബന്ധിച്ച് ആൾക്ക് ഒന്നുമില്ല, ആൾക്ക് ഒരു സപ്പോർട്ടും ഇല്ല. ഇമോഷണൽ സപ്പോർട്ടിന് ഒരാളില്ല, ഫിസിക്കൽ നീഡ്സ് ഫുൾഫിൽ ആയിട്ടില്ല, ഇമോഷണൽ നീഡ് ഫുൾഫിൽ ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പൊ വീട്ടിലെ ഇപ്പോ സിസ്റ്റേഴ്സ് ആണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും കല്യാണം കഴിഞ്ഞ് ഹെൽത്തിലി ഹാപ്പിലി ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികം ആൾക്ക് അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ വരും. അപ്പോ നമ്മളൊരു പെർസ്പെക്റ്റീവിൽ, ഇപ്പോ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ പറയും, ഒരു മരണപ്പെട്ട ഒരു ബോഡിയും ഒരു കല്യാണം കഴിയാനുള്ള പെണ്ണിനെയും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവൻ കല്യാണം കഴിയാനുള്ള പെണ്ണിനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം. അതേപോലെ മരണപ്പെട്ട ബോഡി നിങ്ങൾ എന്താണ് അതിന്റെ അന്ത്യകർമ്മങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ ആളുടെ ഫാമിലിനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് ഒരു അവയർനെസ് ഷിഫ്റ്റ് ഉണ്ടായി. അപ്പൊ അവരും കുറച്ച് ഹെൽത്തിൽ നിൽക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ ആളെത്തി എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങളുടെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് നിങ്ങളെ ലൈഫിന്റെ ഒരു ആൽക്കമി ആയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിന്, ഫൊർഗിവ്നെസ്സിന്, അൺകണ്ടീഷണൽ ലവിന് നിങ്ങൾ അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കണം, ഇപ്പൊ ഞാൻ ഒരാഴ്ച ഞാൻ ചെയ്ത് പിറ്റേത്തെ ആഴ്ച എനിക്ക് വീണ്ടും ഇത് പഴയ അവസ്ഥയാണല്ലോ, നിങ്ങൾ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാളെ നമ്മൾ കണ്ടിന്യൂസ് ലൈക്ക് എഴുതേണ്ടി വരും. പിന്നീട് നമ്മളെ മൈൻഡിന് ആ ഒരു സ്റ്റേറ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാച്ചുറലി ആ ഒരു പ്രോസസ്സ് നമ്മളെ സബ് കോൺഷ്യസ് നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കും. ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ് എന്നുള്ളതാണ്. നമ്മളെല്ലാം ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്യും. ഞാനിപ്പോ ഏകദേശം എനിക്കൊന്ന് ഞാൻ 3 വർഷത്തിനടുത്തായി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. സ്റ്റിൽ ഐ ഡു. ഞാനിപ്പോ ഫുൾ ടൈം ഞാൻ പറഞ്ഞ പോലെ ടാസ്ക് ആയിട്ട് ചെയ്യരുത്. ടാസ്ക് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് കണക്ട് ദാറ്റ് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് ഇപ്പൊ എയറിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു. അപ്പൊ ആ എയർ തന്ന കാര്യങ്ങൾ എയറിലൂടെ എയറിനൊന്ന് ഫീൽ ചെയ്യാം.
ഓക്കെ. ഇപ്പൊ നിങ്ങള് കോസ്മിക് വേൾഡിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഓക്കെ, ആകാശം, നക്ഷത്രം, ആ രീതിയിൽ അതിന് എത്രമാത്രം നന്ദി പറയണം, അത് എത്രമാത്രം നമ്മളെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ചിന്തിച്ചിട്ട് അതിനൊരു നന്ദി പറയാം. ഇപ്പൊ നിങ്ങളെ ബ്ലഡ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ അനീമിക് ആയി കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ബോഡി വീക്ക് ആവുന്നു. അതിന് പിന്നെ ടാബ്ലറ്റ്സ് എടുക്കലായി, പിന്നെ അതിന് വേണ്ട കാര്യങ്ങളായി അതല്ലോ. അപ്പൊ നമ്മളെ ബോഡിയിൽ ബ്ലഡ് ഫ്ലോ, അങ്ങനെ ബ്ലഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിനെത്ര നന്ദി പറയാം. ഇവൻ നമ്മളെ ഫിംഗേഴ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലേ. ഇപ്പൊ നമ്മളെ ക്രിയേറ്റീവ് ഡയറക്ടർ ഈസ് എ സ്ട്രോങ് പേഴ്സണാലിറ്റി. ആള് ഭയങ്കര സ്ട്രോങ് ആണ്. ആളുടെ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ആളുടെ ഈ ഒരു റിസ്റ്റിന്റെ ഭാഗമില്ല. മുന്നൊക്കെ ആള് കാണിക്കാൻ ലൈക്ക് കൈ പുറത്ത് കാണിക്കാൻ ആൾക്ക് ഭയങ്കര മടിയായിരുന്നു. ബട്ട് ഹീസ് സച്ച് എ സ്ട്രോങ് എന്താ പറയാ ഹ്യൂമൻ ബീങ് ഉള്ളതാണ് ആള്. ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ ആള് താമസിക്കുന്നത്. അപ്പൊ 5:30 കണ്ടീന്ന് ഏകദേശം ചെറിയ. അപ്പൊ ആള് പിന്നെ ആർട്ടിഫിഷ്യൽ ലെഗാണ് ആൾക്കുള്ളത്. അപ്പൊ ആള് ചക്രക്കല്ലിന്ന് ലൈക്ക് ആളുടെ ഉമ്മ ഓട്ടോ പിടിച്ചിട്ട് വീട്ടില് സ്റ്റേഷനിലേക്ക് വിടാൻ പോകുന്ന സമയത്ത് ആള് പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല എനിക്ക്. ഇത്രയും വലിയ ട്രോളിയും കാര്യങ്ങളും എടുത്തിട്ട് ആള് ചക്രക്കല്ലേക്ക് ഓട്ടോന് വന്ന് അവിടുന്ന് ബസ്സിന് കണ്ണൂരേക്ക് വന്ന് ഇത്രയും വലിയ ട്രോളി ഹോൾഡ് ചെയ്തിട്ട്, ചിലപ്പോ നമ്മൾ സാധാരണ ഒരു പ്രശ്നവും ഇല്ലാത്ത മക്കളെ പോലും ഓട്ടോയിലേക്ക് കയറ്റി വിടാം. ആ സമയത്താണ് ആൾ ഇത്രയും ഒരു എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിൽ ആള്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആളിപ്പോ ഫറൂഖ് കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ആള്, ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ആള് കാലിന് 2 കാലിനും പ്രശ്നമുണ്ട്, കൈക്കും പ്രശ്നമുണ്ട്. ബട്ട് ഈസ് ഡൂയിങ് എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും ആള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷാണ് ആ മോന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ശരിക്കും ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ആള് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആളെ സ്ട്രെങ്തൻ ചെയ്യാൻ ആളും ഒരുപാട് ഇങ്ങനെയുള്ള മോട്ടിവേഷൻ സാധനങ്ങൾ ആൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ആള് ഞാൻ ലൈക്ക് ആളുടെ ഉമ്മാനോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡും ഭയങ്കര ഒരു എക്സംപ്ലറി പേഴ്സണാലിറ്റി എന്നെല്ലാം പറയില്ലേ, ആളിപ്പോ ഓനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അത് എന്താ പറയാ, ആ ഒരു എന്താ നിനക്കെന്താ ചെയ്താല് അത് നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിനെ എങ്ങനെ കാണുന്നത്, ആ രീതിയിലുള്ള പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് മാത്രമാണ് ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടും, ബുദ്ധിമുട്ടെന്ന് പറയാൻ പാടില്ല ബിക്കോസ് എന്നാലും നമ്മള് ആസ് എ നോർമൽ ആയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഓക്കെ ആ ഒരു സംഭവം ഉണ്ടല്ലോ. ബട്ട് ആള് ഫറൂഖ് കോളേജിൽ ഇപ്പൊ ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ആള് ചെയ്യുന്നു. ആ സ്ട്രെങ്ത്, ആ ഒരു പൊട്ടൻഷ്യല് വളർത്തിയത് ആളുടെ ഉമ്മ. അപ്പോ ആ രീതിയിലാണ് കാര്യങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മള് പല ഇങ്ങനെ എവിടേക്കോ പോകുന്നുണ്ടല്ലേ. ഓക്കെ ഫൈൻ. അപ്പോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. കഴിഞ്ഞ ആഴ്ച ഫൊഗിവ്നെസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആഴ്ച ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഫൊഗിവ്നെസിന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞില്ലേ, ഗ്രാറ്റിറ്റ്യൂഡ് ഫൊഗിവ്നെസ്സും അൺകണ്ടീഷണൽ ലവും നിങ്ങളുടെ ലൈഫിന്റെ ഒരു ആൽക്കമി ആയിട്ട് നിങ്ങൾ അവിടെ വെക്കുക. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ ലൈഫിൽ ഹോൾഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് യു ക്യാൻ സീ ദ മാജിക്കൽ റിസൾട്ട്. ഓക്കെ. അത് നമ്മള് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ വേദഗ്രന്ഥങ്ങളും നമ്മളെ ഈസി ലിവിങ്ങിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. എവ്രി വേദാസ്. Recently I was just reading Rigveda. അതിലും വണ്ണസിലേക്കാണ് പോകുന്നുള്ളത്. അതിലും ഒരുപാട് കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് കാര്യങ്ങൾ. എല്ലാ വേദങ്ങളും മനുഷ്യന്റെ നേർമാർഗത്തിനും ഈസി ലിവിങ്ങിനും വേണ്ടിയിട്ട് ക്രിയേറ്റർ ഈ ഭൂമിക്കത്ത് ഇറക്കിയ സമയത്ത് നമ്മൾ ഏത് റിച്വൽസ് ആണോ ഹോൾഡ് ചെയ്യുന്നത്, ഏത് പെർസ്പെക്റ്റീവ് ആണോ ഹോൾഡ് ചെയ്യുന്നത്, ആ രീതിയിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. നിങ്ങളെ ജീവിതത്തിന്റെ നിങ്ങളെ ലൈഫിൽ ഒരു ആൽക്കമി ആയിട്ട് അത് ലവും അൺകണ്ടീഷണൽ ലവും ഗ്രാറ്റിറ്റ്യൂഡ് ഫൊർഗിവ്നെസ് ആയിട്ട് നിങ്ങൾ എന്ന് ഹോൾഡ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇപ്പൊ കുറച്ച് സ്ലൈഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പൊ അതിലെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ് സാധനമെങ്കിലും കത്തിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോ ഇന്ന് നിങ്ങൾ എന്താക്കുക, ഇന്ന് മുതൽ ഇനി ഈ ഒരു മന്ത് നിങ്ങൾക്ക് കഴിയുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട് എന്നുള്ളത്. ഫൊർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ ഇനി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഒരറിവിനെ നമ്മൾ ഡീപ്പായിട്ട് അതിലേക്ക് ഡൈവ് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ
അതിന്റെ ഒരു യഥാർത്ഥ എസെൻസ് നമുക്ക് കിട്ടാം. നമ്മളിപ്പോ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യൂല. അതാണ് ഞാൻ പറഞ്ഞത്, എഴുതുന്ന സമയത്ത് ടാസ്ക് ആയിട്ട് ചെയ്യരുത്. അത് ഹാലിലേക്ക്, അതായത് അതിന്റെ സ്റ്റേറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു വിയർഡ്നെസ്സോ ഒരു സ്റ്റക്നെസ് എല്ലാം ഫീൽ ചെയ്യും. ബട്ട് ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. Gradually you can improve and you can connect that hal and you can be a neutral person. പിന്നെ നമ്മൾ ഒരു ന്യൂട്രാലിറ്റിയിലേക്ക് നമ്മൾ എത്തും. പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷം വന്നാൽ നമ്മൾ ഭയങ്കര ഹൈ ആവൂല, ഭയങ്കര സങ്കടം വന്നാൽ നമ്മൾ ഭയങ്കര ഡൗൺ ആവും ചെയ്യില്ല. നമ്മൾ ആ ഒരു ന്യൂട്രാലിറ്റി, ഓക്കെ ലെറ്റ് മീ ചെക്ക്, ഇങ്ങനെ ഓക്കെ ലൈഫിൽ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ലെറ്റ് മീ ചെക്ക് വാട്ട്സ് ഗോണ ഹാപ്പൻ. അതിന് വേണ്ട കാര്യങ്ങൾ വൃത്തിക്ക് നമ്മൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കൂ എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ക്ലാസ്. അപ്പം താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത്. ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ ഇനി കേൾക്കാത്തവർക്ക് ലൈക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും ചിലപ്പോൾ നമ്മള് വിചാരിക്കുന്ന പോലെയല്ല. പലപ്പോഴും ഞാനൊരു ഇൻഷയൊക്കെ കരുതിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൈൻഡ് പവർ സാധനങ്ങൾ, ഈ പറഞ്ഞ റീപ്രോഗ്രാമിംഗ് എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ബട്ട് പല ആൾക്കാരെയും, പല ഉന്നതിയിലുള്ള ആൾക്കാരെയും കണക്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ദേ വേർ ഗോയിങ് ഇൻ ഭയങ്കര സ്ട്രെസ് ലെവലിൽ പോകുന്ന ആൾക്കാരുണ്ട്. റീസെന്റ് ഐ മെറ്റ് മെനി പീപ്പിൾസ്, ബട്ട് ദേ ഡോണ്ട് നോ സച്ച് തിങ്സ്. ഇങ്ങനെയെല്ലാം പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർക്കൊന്നും അറിയില്ല. ബട്ട് അവർ ആ സ്ട്രെസ്സിന് അവർ മെഡിസിൻസ് എടുത്തിട്ടും സൈക്കാട്രി മെഡിസിൻസ് എടുത്തിട്ടും എല്ലാം പോവാണ്. ഈ സൈക്കാട്രി മെഡിസിൻസിന്റെ ഒരു ആൾട്ടർനേറ്റീവ് സാധനങ്ങളാണ് ഇതെല്ലാം നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഹ്യൂജ് ആണ്. അത് ഞാൻ പറഞ്ഞില്ല, ഓരോ സാധനങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് ഡൈവിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കോർ എസെൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാനും അത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു ഹാലിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്. കുറച്ച് ടൈം കൂടുതൽ എടുത്ത്. അപ്പൊ നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും ഗ്രൂപ്പിൽ അറിയിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇനി ദുബൈയിൽ കുറച്ച് കാര്യങ്ങൾ സ്ട്രക്ചേർഡ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ജനുവരി മുതൽ കുറച്ചും കൂടി നമ്മൾ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇനി നാദിറിന്റെ ഒരു സേവനം കൂടി നമ്മളെ ഗ്രൂപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളെ ദുവന്റെ എംപവർമെന്റ് ഗ്രൂപ്പിൽ ആളുണ്ടാവില്ല, ബട്ട് ദുവന്റെ ഒഫീഷ്യൽ ബോർഡിൽ ആളുണ്ട്. അപ്പം അതും കൂടി നിങ്ങൾ അറിയിക്കണം. ആ ഒരു സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു, ബട്ട് ഐ തോട്ട് ഐ വോണ്ട് ടു ഷെയർ ഇൻ ഫ്രൈഡേ ടോക്ക് എന്നുള്ളിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓവർ ടു യു റിൻഷി. Okay, thank you so much, Farisha ma'am. That was a wonderful session. അല്ലേ? ഒരുപാട് ഇൻസൈറ്റ്സ് ഷെയർ ചെയ്തു പോയി. അപ്പൊ ആർക്കെങ്കിലും ഫീഡ്ബാക്സ് ഇവിടെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഫാരിഷ മാം പറഞ്ഞ പോലെ മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു ജേർണിയിലേക്ക് എൻ്റർ ആകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത്. കാരണം ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഫോർഗിവ്നെസ്സിനെ കുറിച്ചൊക്കെ ജസ്റ്റ് കേട്ട് വരുന്ന സമയത്ത് നമ്മൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഓക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്. എന്താ ഇപ്പം ഫാരിഷ മാം നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്യുന്ന പോലെ ലൈഫ് ചേഞ്ച് ആകും അല്ലെങ്കിൽ ടെൻഷൻസ് ഫ്രീ ആകും എന്നൊക്കെ ഇങ്ങനെ പ്രോമിസ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചെയ്ത് നോക്കി, ആക്ഷൻസിലേക്ക് എടുത്ത് ചെയ്ത് നോക്കിയ സമയത്താണ് ദാറ്റ് വാസ് എ കൈൻഡ് ഓഫ് ലൈഫ് ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ രീതിയിലേക്ക് വരെ നിങ്ങളെ കൊണ്ടുപോവാൻ സാധിക്കുന്ന അത്രയും സ്ട്രെങ്ത് ഉണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന, അത്രയും പവർ ഉണ്ട് ഗ്രാറ്റിറ്റ്യൂഡിന് എന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് എൻ്റെ ഇന്ന് കേട്ടിട്ടുള്ള ഇൻസൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരു ജേർണലിംഗ് പോലെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡിനായിട്ട് ഒരു ബുക്കൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാം. എന്നിട്ട് നല്ല ഒരു കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ആയിട്ട് അതിനെ നന്നായിട്ട് ഡിസൈൻ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? Okay, so I think everyone understood. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എനി കൈൻഡ് ഓഫ് ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ചോദിക്കാൻ. ഗ്രൂപ്പ് ഇസ് ഓപ്പൺ. ഓക്കെ, so thank you so much everyone for joining. Bye, see you in the next Friday.